ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട റൗലറ്റ് നിയമം, ജാലിയൻ വാലാബാഗ് മാസക്കർ, ചമ്പാരൻ സത്യാഗ്രഹ, നമ്മളുടെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇതിൻ്റെ നമ്മൾ നേരത്തെ 2 ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തൊട്ട് മുമ്പത്തെ 2 ദേശീയതയുമായി ബന്ധപ്പെട്ട 2-3 ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുക. അതുപോലെ ഇതിൻ്റെ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെയും കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഇത് നമ്മുടെ ഡിഗ്രി ലെവലിനും +2-നും നമ്മുടെ 10th മെയിൻ എക്സാമിനും വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് കൂടുതൽ നോക്കുന്നത്. എല്ലാം ടോപ്പിക് ബേസ്ഡാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ചെറിയ ടോപ്പിക്കായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് പഠിച്ചു നോക്കാം. ശരി, നോക്കിക്കോണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കിക്കോണം. നമ്മൾ ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനവും നമ്മളുടെ ഈ കുറച്ച് വധവും നമ്മൾ നടന്നിട്ടുണ്ട്. അതിനകത്തുള്ളൊരു 3-4 പോയിൻറ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ശ്രദ്ധിച്ചോണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്ത് തുടങ്ങി അതിനകത്ത് നമ്മൾ നിർത്തിയതാണ് 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഡ്സൺ വാലിയെ ലണ്ടനിൽ വെച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്രയാണ്. 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഡ്സൺ വാലിയെ ലണ്ടനിൽ വച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്രയാണ്. 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഡ്സൺ വാലിയെ ലണ്ടനിൽ വെച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്രയാണ്. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ ഓർമ്മിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു മുസാഫിർ ഗൂഢാലോചന പറഞ്ഞു, ഡൽഹി ഗൂഢാലോചന പറഞ്ഞു, HRA പറഞ്ഞു, HSRA നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ട് പോയ ദിവസമാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഡ്സൺ വാലിയെ ലണ്ടനിൽ വെച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്ര. 63 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരിക്കപ്പെട്ട വിപ്ലവകാരിയാരാണ്? അത് നമ്മളെ ജതിൻ ദാസ് എന്നറിയപ്പെടുന്ന ജതീന്ദ്രനാഥ് ദാസാണ്. അപ്പോൾ 63 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരിച്ച വിപ്ലവകാരിയിലെ ദേശാഭിമാനി എന്നറിയപ്പെട്ട ആരാണ്? ജതിൻ ദാസാണ്. അപ്പോൾ 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഡ്സൺ വാലിയെ ലണ്ടനിൽ വെച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്ര. 63 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരിച്ച വിപ്ലവകാരിയാരാണ്? ജതിൻ ദാസാണ്. ജതിൻ ദാസ്. ബംഗാൾ ഗവർണറായിരുന്ന ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സനെ വധിച്ചതാരാണ്? ബിന ദാസാണ്. കഴിഞ്ഞ നമ്മുടെ 2017 LDC ചോദ്യമാണ്. ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സനെ വധിച്ചതാരാണ്? ബിന ദാസാണ്. അപ്പോൾ 63 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരിക്കപ്പെട്ട വിപ്ലവകാരിയാരാണ്? നമ്മളുടെ ജതിൻ ദാസ് എന്നറിയപ്പെടുന്ന ജതേന്ദ്രദാസും. 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കഡ്സൺ വാലിയെ ലണ്ടനിൽ വെച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്രയാണ്. ലണ്ടനിൽ വെച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്ര. ഇനി നമ്മൾ പറഞ്ഞ 63 ദിവസം ജയിൽവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരിക്കപ്പെട്ടതാണ് നമ്മളുടെ ജതിൻ ദാസ് എന്നറിയപ്പെടുന്ന ജതേന്ദ്രനാഥ് ദാസും. ബംഗാൾ ഗവർണറായ സ്റ്റാൻലി ജാക്സനെ വധിച്ചതാരാണ്? ബിന ദാസൻ. സ്റ്റാൻലി ജാക്സനെ വധിച്ചതാരാണ്? ബിന ദാസൻ. ഇനി നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സംഘടന 1-2 പഠിച്ചിട്ട് നമുക്ക് ഗദാർ പാർട്ടിയിൽ നമുക്ക് വീണ്ടും ചമ്പാരൻ സത്യാഗ്രഹയും നീലം സത്യാഗ്രഹം കൊണ്ട് നമ്മളുടെ ചമ്പാരൻ സത്യാഗ്രഹവും നീലം സത്യാഗ്രഹമൊക്കെ ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി നമ്മുടെ അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക്, ഖേദ സത്യാഗ്രഹമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയവും നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പിൻവലിക്കലിൻ്റെ ഭാഗമായി വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയവും നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പിൻവലിക്കലിൻ്റെ ഭാഗമായി 1934 രൂപം കൊണ്ട പാർട്ടി ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയവും നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പിൻവലിക്കലിൻ്റെ ഭാഗമായി 1934 രൂപം കൊണ്ട പാർട്ടി ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയവും നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പിൻവലിക്കൽ. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിയമലംഘന പ്രസ്ഥാനം പൂർണ്ണമായും നിർത്തിയറിയാം 1934 നമ്മൾ ഈ 30 ആരംഭിച്ച് 31 നിർത്തി, 32 വീണ്ടും ആരംഭിച്ച് 34 വീണ്ടും സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയവും നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പിൻവലിക്കലിൻ്റെ ഭാഗമായി 1934 രൂപം കൊണ്ട പാർട്ടി ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. രൂപീകരിച്ചത് ആചാര്യ നരേന്ദ്രനാഥ് ആൻഡ് ജയപ്രകാശ് നാരായണനാണ്. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആചാര്യ നരേന്ദ്രനാഥ് ആൻഡ് ജയപ്രകാശ് നാരായണൻ. ഇനി ഇതിനകത്ത് നമ്മൾ ഓർമ്മിച്ച് വെച്ചോണം 1913 ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപം കൊണ്ട പാർട്ടി ഏതാണ്? അത് ഗദാർ പാർട്ടിയാണ്. അപ്പോൾ 1913 ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ രൂപം കൊണ്ട പാർട്ടി ഏതാണ്? ഗദാർ പാർട്ടി. ഗദാർ പാർട്ടി രൂപീകരിച്ചത് 3 പേർ ചേർന്നാണ്. ഓർമ്മിക്കണം, ലാല ഹർദയാൽ, സോഹിൻ സിംഗ് ബാഹിന, താരക് നാഥ് ദാസ് എന്നറിയപ്പെടുന്ന 3 പേരാണ്. ഓർമ്മിക്കണം, താരക് നാഥ് ദാസ്. അപ്പോൾ 1913 ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപം കൊണ്ട പാർട്ടി ഏതാണ്? അത് ഗദാർ പാർട്ടി.
ഗദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാൽ, സോഹൻ സിംഗ് ബാഹിന ആൻഡ് താരക് നാഥ് ദാസ്. അപ്പോൾ ലാല ഹർദയാലും സോഹൻ സിംഗ് ബാഹിനയും താരക് നാഥ് ദാസും. ഇനി ഇത് നമ്മളുടെ ഓർമ്മിക്കണം, ഈ ഗദാർ പാർട്ടി പ്രവർത്തനം ആരംഭിച്ചത് 1913 നവംബർ 1-നാണ്. 1913 നവംബർ 1. ഇവരുടെ ലക്ഷ്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. ആയുധങ്ങൾ ശേഖരിക്കുക, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുക. ഇവരെല്ലാവരുടെയും സ്ഥിരം തൊഴിൽ ഇത് തന്നെയാണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുക, സൈനികരെ റിക്രൂട്ട് ചെയ്യുക, വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. അപ്പോൾ 4 നല്ല ആശയങ്ങളാണ്, അവന്മാർക്ക് പറ്റിയ ആശയങ്ങൾ തന്നെയാണ്. അപ്പോൾ ആയുധങ്ങൾ ശേഖരിക്കുക, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുക, ഇനി സൈനികരെ റിക്രൂട്ട് ചെയ്യുക, വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിക്കുക. ഇനി നമ്മുടെ ഈ ഗദാർ പാർട്ടിയുടെ നേതാവായ ലാല ഹർദയാൽ ആരംഭിച്ച പത്രമായിരുന്നു ഗദർ എന്ന പത്രം. ഈ ഗദർ പത്രത്തിൻ്റെ തലക്കെട്ട് ഓർമ്മിക്കണം, ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ശത്രു എന്നാണ്. പരീക്ഷയ്ക്കാണ് ചോദിക്കും, ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ശത്രു എന്നറിയപ്പെട്ട ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ തലക്കെട്ടോടുകൂടിയ ന്യൂസ് പേപ്പർ ഏതാണ്? അത് ഗദർ എന്ന പത്രം. ഈ രക്തസാക്ഷിത്വം യുദ്ധഭൂമി ഇന്ത്യ എന്നാണ്. അപ്പോൾ ഗദാർ പാർട്ടിയുടെ മുദ്രാവാക്യം രക്തസാക്ഷിത്വം യുദ്ധഭൂമി ഇന്ത്യ. ഇനി ഇതിൻ്റെ ഈ നമ്മളുടെ ഗദാർ പാർട്ടിയുടെ ആദ്യ ചെയർമാൻ എന്നറിയപ്പെടുന്നത് സോഹൻ സിംഗ് ബാഹിനെയാണ്. ഓർമ്മിക്കണം, ആദ്യ ചെയർമാൻ എന്നറിയപ്പെടുന്നത് സോഹൻ സിംഗ് ബാഹിനെയാണ്. അപ്പം 1913 ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ രൂപം കൊണ്ട പാർട്ടി ഏതാണ്? ഗദാർ പാർട്ടി. ഗദാർ പാർട്ടി സ്ഥാപകർ ലാല ഹർദയാൽ, സോഹൻ സിംഗ് ബാഹിന ആൻഡ് താരക് നാഥ് ദാസ്. ഓർമ്മിക്കണം, 3 പേരെ ഓർമ്മിച്ച് വെച്ചോണം. ഇതിൻ്റെ ആദ്യ ചെയർമാൻ എന്നറിയപ്പെടുന്നത് സോഹൻ സിംഗ് ബാഹിന. ഗദാർ പാർട്ടി ആരംഭിച്ച പത്രം ഏതാണ്? ഗദർ എന്ന പത്രം. ഈ ഗദർ പത്രത്തിൻ്റെ തലക്കെട്ട് എന്തായിരുന്നു? ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ശത്രു. ഓർമ്മിക്കണം, ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ശത്രു. ഈ ഗദർ പത്രം ആരംഭിച്ചത് ലാല ഹർദയാൽ. ഇനി നമ്മളുടെ ഈ ഗദാർ പാർട്ടി രൂപം കൊണ്ട പ്ലേസ് മറക്കരുത്, സാൻ ഫ്രാൻസിസ്കോ. അതുപോലെ കാനഡയുടെയും നമ്മുടെ അമേരിക്കയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗങ്ങളിൽ തന്നെ ഈ സാൻ ഫ്രാൻസിസ്കോ കറക്റ്റ് അമേരിക്കയിലാണെങ്കിലും ചില പരീക്ഷകൾ ചോദിക്കാറുണ്ട്. അമേരിക്കയിലും കാനഡയുടെ ഭാഗങ്ങളായി രൂപം കൊണ്ട ഇന്ത്യൻ സ്വാതന്ത്ര്യമായി രൂപം കൊണ്ട പാർട്ടി അല്ലെങ്കിൽ സംഘടന എന്ന് ചോദിക്കാം. അത് നമ്മളുടെ ഗദാർ പാർട്ടിയാണ്. രൂപം കൊണ്ടത് 1913 നവംബർ 1. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ആയുധങ്ങൾ ശേഖരിക്കുക, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുക, സൈനികരെ റിക്രൂട്ട് ചെയ്യുക, പ്ലസ് നമ്മളെ വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിക്കുക. അപ്പോൾ ഗദാർ പാർട്ടി രൂപം കൊണ്ടറിയാം 1913 നവംബർ 1-നാണ്. ഇനി നമ്മൾ ഗദർ എന്ന പത്രം ആരംഭിച്ച് നമ്മൾ ഉറങ്ങി ലാല ഹർദയാലാണ്. ഇനി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഓർമ്മിക്കണം, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തെ ഏകോപിക്കാനായി രൂപീകരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഗ്രസ് എന്ന് പറയും. ഓർമ്മിക്കണം, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ദേശീയ പ്രസ്ഥാനത്തെ ഏകോപിക്കാനായി രൂപം കൊണ്ട സംഘടന അഖിലേന്ത്യാ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഗ്രസ് എന്ന് പറയും. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ദേശീയ പ്രസ്ഥാനത്തെ ഏകോപിക്കാനായി രൂപം കൊണ്ട സംഘടന അഖിലേന്ത്യാ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഗ്രസ്. രൂപം കൊണ്ടത് 1927-ലാണ്. രൂപം കൊണ്ട് 1927. രൂപീകരിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങൾക്കറിയാം, ബൽവന്ത് റായ് മേത്തയാണ്. അതിൽ നമുക്ക് അറിയപ്പെടുന്നത് ഇന്ത്യൻ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്ത് റായ് മേത്തയാണ് നമുക്ക് അറിയപ്പെടുന്ന വ്യക്തി, ബൽവന്ത് റായ് മേത്ത. 2 എം കോത്താരി, 3 GR അഫ്യൂഗർ എന്ന് പറയും. ഇതിനകത്ത് ഈ 3 പേരുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചു വയ്ക്കണം. ഈ ചിലപ്പം ചോദിക്കാം അഖിലേന്ത്യാ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഗ്രസുമായി ബന്ധമില്ലാത്ത വ്യക്തിയാരെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ ഏകോപിക്കാനായി രൂപം കൊണ്ട സംഘടന അഖിലേന്ത്യാ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഗ്രസ്. ഇത് രൂപം കൊണ്ട് 1927. സ്ഥാപിച്ചത് നമ്മളുടെ ബൽവന്ത് റായ് മേത്ത, GR അഫ്യൂഗർ ആൻഡ് എം കോത്താരി എന്ന് പറയും. നമ്മളുടെ ബൽവന്ത് റായ് മേത്ത, GR അഫ്യൂഗർ ആൻഡ് നമ്മളുടെ എം കോത്താരി. ഇനി നമ്മളെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ, അങ്ങനെ ഒരു സംഘടനയും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത് 1936 സജ്ജാദ് സഹീർ ആൻഡ് പ്രേംചന്ദാണ്. അപ്പോൾ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത് 1936 സജ്ജാദ് സഹീർ ആൻഡ് പ്രേംചന്ദിൻ്റെ ബുക്സൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. PSCക്ക് സ്ഥിരമായി 2-3 ബുക്സ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ബുക്സാണ് ഗോദാൻ എന്ന ബുക്സ്. PSCയുടെ റെഗുലർ ചോദ്യമാണ് ഗോദാൻ എന്ന ബുക്സും. മഹാജനി എന്നൊരു ബുക്സ് ഉണ്ട്. ഇനി അത് സമൃദ്ധ എന്നൊരു ബുക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 3 ബുക്സ് ഒരുമിച്ച് അറിയണം. ഗോദാൻ, മഹാജനി, സമൃദ്ധ. ഈ ഒരു ബുക്കിൻ്റെ കൂടെ 2 കൂടി പഠിക്കുക. ഗോദാൻ, മഹാജനി ആൻഡ് സമൃദ്ധ എന്നീ ബുക്സ് രചിച്ചാണ് നമ്മളുടെ ഈ പ്രേംചന്ദ്രൻ. അപ്പം 1936 പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചാണ് സജ്ജാദ് സഹീർ ആൻഡ് പ്രേംചന്ദാണ്. ഇനി നമ്മൾ ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയപ്പെട്ടതാരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയപ്പെട്ടത് വാഞ്ചി അയ്യറാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്ന അറിയാം, അമോഘർഷൻ എന്നറിയാം. അതുപോലെ അറിയാം ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയപ്പെട്ടതാരാണ്? വാഞ്ചി അയ്യർ.
ഇനി നമ്മൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, നമ്മളെ സ്വദേശി പ്രസ്ഥാനത്തിനകത്ത് നമ്മൾ എടുക്കാതെ വിട്ടുപോയ ഒരു പോയിന്റാണ്. അപ്പോൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി രൂപീകരിച്ചത് VO ചിദംബരം പിള്ളയാണ്. അപ്പോൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി രൂപീകരിച്ചത് VO ചിദംബരം പിള്ളയാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നോക്കാം. 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഡ്സൺ വാലിയെ ലണ്ടനിൽ വെച്ച് വധിച്ചതാരാണ്? മദൻലാൽ ഗന്ധര. 63 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജയിലിൽ വെച്ച് മരിക്കപ്പെട്ട വിപ്ലവകാരിയാണ് നമ്മളുടെ ജതിൻ ദാസ് എന്നറിയപ്പെടുന്ന ജതേന്ദ്രനാഥ് ദാസ്. അടുത്ത് നമ്മളുടെ ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സനെ വധിച്ചതാരാണ്? ബിനാ ദാസ്. ഇനി നമ്മൾ പറയുക ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപം കൊണ്ട പാർട്ടി ഏതാണ്? ഗദാർ പാർട്ടി. രൂപം കൊണ്ട് 1913 നവംബർ 1. അതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ ലാലാ ഹർദയാൽ, സോഹൻ സിംഗ് ബാഹിന, അതിൻ്റെ താരക് നാഥ് ദാസ്. ഇതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? നമ്മളുടെ സോഹൻ സിംഗ് ബാഹിന. ഇത് ആരംഭിച്ച പത്രം എന്തായിരുന്നു? ഗദർ. ഗദർ പത്രത്തിൻ്റെ തലക്കെട്ട് എന്തായിരുന്നു? ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ശത്രു. ഇനി നമ്മൾ അതിനകത്ത് പറഞ്ഞത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിക്കാനായി രൂപം കൊണ്ട സംഘടന അഖിലേന്ത്യാ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഗ്രസ്. ഇത് രൂപീകരിച്ചത് ബൽവന്ത്രേ മേത്ത, GR അഫ്യൂഗർ ആൻഡ് M കോത്താരി. ഇനി പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ 1936 രൂപീകരിച്ചത് സജ്ജാദ് സഹീർ ആൻഡ് പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ ബുക്സാണ് ഗോദാൻ, മഹാജനി, സമൃദ്ധ എന്നീ ബുക്സ് രചിച്ചതാണ് പ്രേംചന്ദ്. ദക്ഷിണേന്ത്യയിലെ നമ്മുടെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നവരാണ് വാഞ്ചി അയ്യറാണ്. ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നവരാണ് വാഞ്ചി അയ്യർ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി രൂപീകരിച്ചത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി രൂപീകരിച്ചതാണ് VO ചിദംബരം പിള്ളയാണ്. അപ്പോൾ നമ്മളിപ്പം 1913 എന്നുള്ള ആ സംഖ്യയിൽ നമ്മൾ നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. ഇനി അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനകത്ത് ഗാന്ധിജി എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു വലിയ ടോപ്പിക്കായിട്ട് എടുക്കും. കാരണം ഗാന്ധിയുടെ വർഷങ്ങളും ബാക്കി അതിനകത്തുള്ള ഗാന്ധിയുടെ കോഴ്സുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തു തരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗാന്ധിജിയുടെ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതിനുള്ള കുറച്ച് അത്യാവശ്യമുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് അടക്കം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുകയാണ്. അപ്പോൾ ഗാന്ധി ഇന്ത്യയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ നിയമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള യാത്ര, നിങ്ങൾക്ക് അറിയായിരിക്കും നിയമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള യാത്ര. നിയമം പഠിച്ചത് ലണ്ടനിലെ ഇംഗർ ടെമ്പിൾ എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമം പഠിച്ചു. നിയമം പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ നമ്മളുടെ സൗത്ത് ആഫ്രിക്കയിലേക്ക് ദാദാ അബ്ദുള്ള സേട്ടിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു. 1893 പോകുന്നു. ഗാന്ധിജിയെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന വഴിക്ക് പീറ്റേഴ്സ് മാരിസ് ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട് ഗാന്ധിജി തിരിച്ച് മടങ്ങി. നമ്മളെന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ തിരിച്ച് മടങ്ങി കഴിഞ്ഞു വരും. ഗാന്ധിജി അടുത്ത വണ്ടിക്കാർ നേരെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. സൗത്ത് ആഫ്രിക്കയിൽ 21 വർഷം സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി കഴിച്ചുകൂട്ടി. 21 വർഷം കഴിച്ചുകൂട്ടി. അവിടെ ചെന്ന് ഗാന്ധിജി ആരംഭിച്ചൊരു ന്യൂസ് പേപ്പർ ആയിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ എന്നൊരു ന്യൂസ് പേപ്പർ ആരംഭിച്ചു. ഇനി അവിടെ ഗാന്ധിജി ബൂവർ യുദ്ധത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ബൂവർ യുദ്ധത്തിൽ പങ്കെടുത്തു. ആ ബൂവർ യുദ്ധത്തിൽ പങ്കെടുത്ത 1899 മുതൽ 1901 വരെയുള്ള ചില ബുക്കുകളിൽ രണ്ടാണ് തെറ്റൊന്നുമല്ല. അപ്പോൾ 1890 1902 നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിനകത്തുള്ള ബൂവർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ബൂവർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഗാന്ധിജി അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ കൈസറി ഹിന്ദ് ബഹുമതിയൊക്കെ കൊടുത്തു. ഗാന്ധിജി 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട് അത് വേണ്ടാന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലെ പരിപാടി. അപ്പോൾ ഇനി നമുക്ക് ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കൻ പരിപാടിയിലേക്ക് കിടക്കാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയത് 1893. സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് 1893. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത് 1914 ഡിസംബറിനാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയത് 1893. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത് 1914 ഡിസംബറിൽ മടങ്ങി എത്തിയത് 1915 ജനുവരി 9-നാണ്. 1915 ജനുവരി 9 മടങ്ങി എത്തിയ സ്ഥലമാണ് നമുക്ക് അത്യാവശ്യം. മടങ്ങി എത്തിയ സ്ഥലം എവിടെയാണ്? ബോംബെയിലാണ്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നിന്ന് 21 വർഷം പരീക്ഷിച്ച് നോക്കി എത്ര വർഷം സൗത്ത് ആഫ്രിക്കയ്ക്കായിരുന്നു? ഗാന്ധിജി 21 വർഷം. എത്ര ദിവസം സൗത്ത് ആഫ്രിക്കയിൽ ജയിൽവാസം അനുഭവിച്ചു? 246 ദിവസമാണ്. 246 ദിവസം. ഈ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ പോയി ഇവിടെ നിന്ന് വിദേശത്ത് പോകുമ്പോൾ ആയപ്പോൾ ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് ഒരു ആകാംക്ഷ, ഗാന്ധിജി ഇന്ത്യയിൽ വരുമ്പോൾ വളരെയധികം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. 1915 നമ്മളെ ഇന്ത്യയുടെ വൈസ്രോയായിരുന്ന ഹാർഡിഞ്ച് സെക്കൻഡ് ഗാന്ധിജി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. ഗാന്ധിജിയെ 2 കൈയോടെ സ്വീകരിച്ചതാണ്. അങ്ങനെ ഗാന്ധിജിയെ സൗത്ത് ആഫ്രിക്കയിലെ പര്യടനം അവസാനിപ്പിച്ചു. ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് 1915 ജനുവരി 9. ഈ ജനുവരി 9 പ്രത്യേകത പ്രവാസി ദിനമാണ്. ദേശീയ പ്രവാസി ദിനം എന്നാണ് ജനുവരി 9. ഈ പ്രവാസി ദിനമായി ആചരിച്ചു തുടങ്ങിയത് 2003 മുതലാണ്. 2003 മുതൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസി കാര്യ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനത്തിന് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസി കാര്യ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം കേരളം. കേരളത്തിൽ പ്രവാസി കാര്യ വകുപ്പ് അറിയപ്പെടുന്ന പേര് നോർക്ക എന്നാണ്. കേരളത്തിൽ പ്രവാസി കാര്യ വകുപ്പ് അറിയപ്പെടുന്ന പേര് നോർക്ക. നോർക്കയുടെ ചെയർമാൻ എപ്പോഴും ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇനി കേരളത്തിൽ പ്രവാസി കാര്യ വകുപ്പ് ആരംഭിച്ചത് 1996-ലാണ്.
കേരളത്തിൽ പ്രവാസികാര്യ വകുപ്പ് അറിയപ്പെടുന്ന പേര് നോർക്കയാണ്, നോൺ റെസിഡൻസി കേരളാറ്റിക് അസോസിയേഷൻ എന്നറിയപ്പെടുന്ന നോർക്കയാണ്. കേരളത്തിൽ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസികാര്യ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. അപ്പം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ പോയത് 1893. സൗത്ത് ആഫ്രിക്കയിൽ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയത് 1914 ഡിസംബർ. മടങ്ങിയെത്തിയത് 1915 ജനുവരി 9. ജനുവരി 9 പ്രവാസി ദിനം. ആചരിച്ച് തുടങ്ങിയത് 2003 മുതൽ. എത്ര വർഷം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു? 21 വർഷം. എത്ര ദിവസം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ജയിൽവാസം അനുഭവിച്ചു? 246 ദിവസമാണ്. ഓർമ്മിക്കണം, 246 ദിവസമാണ്. അപ്പം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് 1893. മടങ്ങി എത്തിയത് 1915 ജനുവരി 9. ജനുവരി 9 പ്രവാസി ദിനം. പ്രവാസി ദിനം ആചരിച്ചു തുടങ്ങിയത് 2003 മുതൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസികാര്യ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം കേരളം. കേരളത്തിൽ പ്രവാസികാര്യ വകുപ്പ് ആരംഭിച്ചത് 1996. പ്രവാസികാര്യ വകുപ്പ് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് നോർക്ക. നോർക്കയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ജനുവരി 9 പ്രത്യേകം അറിയാം പ്രവാസി ദിനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനം കൃത്യമായിട്ടാണ്. നമ്മളൊരു കഥ പോലെ ഓർമ്മിക്കുക. ഗാന്ധി ഫിലിം കണ്ടാൽ തന്നെ ഏകദേശം കുറച്ച് കാര്യം ഐഡിയ കിട്ടും. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ ലോക്ക്ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ നല്ല നല്ല മൂവിയൊക്കെ എടുത്തിട്ട് കാണാൻ ശ്രമിക്കും. ഒരിക്കൽ കാണാൻ ബോറിംഗ് ആണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ഗാന്ധിജി നമ്മുടെ ചരിത്ര ബുക്കുകളൊക്കെ വായിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. കാരണം ഇത് റെയിൽവേ സ്റ്റേഷൻ ഇറക്കി വിടുന്നതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ ചമ്പാരനും അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്കും കേദാ സത്യാഗ്രഹവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത് നടന്നിട്ടുള്ള ജാലിയൻ വാലാബാഗ് മാസക്കർ, റൗലറ്റ് സത്യാഗ്രഹം, ഇങ്ങനെയുള്ള നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്നുള്ളത് സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളെ ചമ്പാരൻ സത്യാഗ്രഹയാണ്. ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ഓർമ്മിക്കണം. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? നീലം കർഷകർക്ക് വേണ്ടിയാണ്. അപ്പം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം, വാക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? നീലം കർഷകർക്ക് വേണ്ടി. വർഷം 1917. സ്റ്റേറ്റ് ഏതാണ്? ബീഹാറാണ്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? നീലം കർഷകർക്ക് വേണ്ടി. ചമ്പാരൻ എന്ന സ്ഥലം എവിടെയാണ്? ബീഹാർ. വർഷം 1917. ഇനി നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ ആനയിച്ചതാരാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചതാരാണ്? രാജ്കുമാർ ശുക്ലയാണ്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചതാരാണ്? രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്നത് രാജ്കുമാർ ശുക്ലയാണ്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് ഓർമ്മയില്ല. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. വർഷം 1917. ചമ്പാരൻ എവിടെയാണ്? ബീഹാർ. ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? നീലം കർഷകർക്ക് വേണ്ടി. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചതാരാണ്? രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത ദേശീയ നേതാവാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ചോദ്യങ്ങളുടെ പ്രസക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ എവിടെയാണ്? ബീഹാർ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ആർക്ക് വേണ്ടിയായിരുന്നു? നീലം കർഷകർക്ക് വേണ്ടി. ഇനി നമ്മളെ ചമ്പാരൻ ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്നത് രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത ദേശീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇനി ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. നീലം തോട്ടത്തിലെ ജോലിക്കാർ, നീലം തോട്ടത്തിലെ ജോലിക്കാർ ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ നീലം തോട്ടങ്ങൾ ജോലി ചെയ്തിരുന്ന കർഷകർക്ക് നേരെ യൂറോപ്യന്മാർ ചൂഷണം ചെയ്തു. അതിനെതിരെ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അല്ലെങ്കിൽ നീലം തോട്ടത്തിലെ കർഷകരെ യൂറോപ്യന്മാർ ചൂഷണം ചെയ്യുകയും അതിനെതിരെ ഗാന്ധിജി നടത്തിയ ഒരു സമരമായിരുന്നു, അല്ലെങ്കിൽ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അപ്പം നീലം തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആ കർഷകരെ യൂറോപ്യന്മാർ ചൂഷണം ചെയ്യുകയും അതിനെതിരെ നടത്തിയ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നമ്മൾ പറയും. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ 2-3 ചോദ്യങ്ങൾ PSC ചോദ്യമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാരനാണ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാരനാണ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാരൻ. ഇനി ചമ്പാരൻ സത്യാഗ്രഹ എന്ന ബുക്സ് രചിച്ചതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി ആനയിച്ചതാരാണ്? രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാരാണ്? രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത ദേശീയ നേതാവാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചമ്പാരൻ സത്യാഗ്രഹം. ഇനി ചമ്പാരൻ സത്യാഗ്രഹ എന്ന ബുക്സ് രചിച്ചാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചമ്പാരൻ സത്യാഗ്രഹ എന്ന ബുക്സ് രചിച്ചാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഏത് സമരത്തിലൂടെയാണ്? ചമ്പാരനിലൂടെയാണ്. അപ്പോൾ എത്ര ചോദ്യങ്ങളായി നോക്കിക്കോണം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ആർക്കു വേണ്ടിയായിരുന്നു? നീലം കർഷകർക്ക് വേണ്ടി. വർഷം 1917. ഏത് സ്റ്റേറ്റിലാണ്? ബീഹാർ. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ പെർസ്യൂഡ് ചെയ്തത് രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്നത് രാജ്കുമാർ ശുക്ല. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത ദേശീയ നേതാവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി നമ്മളുടെ ചമ്പാരൻ ഞാൻ പറഞ്ഞു, ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം എന്തായിരുന്നു സംഭവം? ആ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് ഏത് സത്യാഗ്രഹത്തിലൂടെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹ എന്ന ബുക്സ് രചിച്ചതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവും ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത ദേശീയ നേതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ചമ്പാരൻ ഏത് സ്റ്റേറ്റാണ്? ബീഹാറാണ്. അപ്പം ഇതാണ് നമ്മളുടെ ചമ്പാരൻ സത്യാഗ്രഹത്തിന് PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇതിനപ്പുറത്ത് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ആർക്കെതിരെയായിരുന്നു? നീലം കർഷകർക്കെതിരെ. നീലം കർഷകർ ആരാണ് ചൂഷണം ചെയ്തിരുന്ന? യൂറോപ്യന്മാർ. ഇത് മാറ്റാൻ വേണ്ടി ഗാന്ധി നടത്തിയ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാരനാണ്. ഇനി അടുത്ത് അറിയേണ്ടത് അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്കാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ചെറിയ ഈ കണ്ണികളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം, ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച സത്യാഗ്രഹം, ഗാന്ധിജി പൊതുപ്രവർത്തനത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹം, ഗാന്ധിജിയെ ചമ്പാരൻ സത്യ ആരംഭിക്കാൻ പ്രേരിപ്പിച്ചത് രാജ്കുമാർ ശുക്ല, ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യത്തിലെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്നത് രാജ്കുമാർ ശുക്ല, ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹത്തിലെ ദേശീയ നേതാവ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത ദേശീയ നേതാവാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചമ്പാരൻ എന്ന ഏത് സ്റ്റേറ്റിലാണ്? ബീഹാർ. വർഷം 1917. ചമ്പാരൻ സത്യാഗ്രഹ എന്ന ബുക്സ് രചിച്ചാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ പഠിച്ചു വയ്ക്കുക. കൃത്യമായിട്ട് അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കൃത്യമായിട്ട് അത് മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം നോക്കിയാൽ അടുത്ത് വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്കാണ് നമ്മളടുത്ത നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ്. നോക്കിക്കോണം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നമ്മളുടെ നിരാഹാര സമരം എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്കാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. അഹമ്മദാബാദ് മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സംഘർഷം അല്ലെങ്കിൽ സമരമായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് 1918. എത്ര ശതമാനം ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക്? 35%. ഈ 35% ശമ്പളത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജിയും അനിയകളും ചേർന്ന് എത്ര ദിവസം സമരം നടത്തി? 4 ദിവസം. 4ൻ്റെ അന്നോടുകൂടി മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ അനുരഞ്ജനത്തിൽ ഏർപ്പെടുകയും അന്നത്തോടുകൂടി നമ്മൾ അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് അവസാനിക്കുകയും ചെയ്തു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമ്മൾ ചമ്പാരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയും നീലം കർഷകരുമായി ബന്ധപ്പെട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് ചൂഷണം. ഇവിടെ ഓർമ്മിക്കേണ്ടത് അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് ഓർമ്മിക്കേണ്ടത് 35% ശമ്പള വർധനവ് ആവശ്യപ്പെട്ട്, ചിലപ്പം ചോദിക്കുക 35% ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമെന്നായിരിക്കും ചോദ്യം, അല്ലെങ്കിൽ നിരാഹാര സമരം എന്നായിരിക്കും ചോദ്യം. പരീക്ഷയ്ക്കാണെങ്കിൽ സമരം എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഡൗട്ട് വരും, അഹമ്മദാബാദാണോ ഖേദയാണോ ഇനി നമ്മളുടെ ഇതാണെന്ന് നമുക്ക് 2 മതി ഡൗട്ട്, നമ്മളുടെ മാർക്ക് പോകാൻ 2 മതി. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കണം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം എന്നറിയപ്പെടുന്നത് നമ്മളുടെ 1918 അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക്. ആരൊക്കെ തമ്മിലായിരുന്നു? അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിലായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? 35% ശമ്പള വർധനവിന് വേണ്ടി. എത്ര ദിവസം നീണ്ടുനിന്ന്? വെറും 4 ദിവസമാണ്. അപ്പോൾ 4 ദിവസം കൊണ്ട് ഈ സമരം നടത്തി സമരം വിജയിക്കുകയും പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എത്ര ശതമാനം ശമ്പള വർധന വേണ്ടിയായിരുന്നു? 35% ശമ്പള വർധനവിന് വേണ്ടിയായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക്. ഇനി നമുക്ക് ആ ഖേദ സത്യാഗ്രഹം കൂടി പഠിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളൊന്നും പറയാം, ശ്രദ്ധിച്ചോളൂ. ഇനി ഗാന്ധിജിയുടെയും നമ്മുടെ അല്ലെങ്കിൽ ഖേദ സത്യാഗ്രഹം പരീക്ഷ ചോദിക്കുന്ന വർഷം 1918. ഖേദ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ചോദിച്ച ആൻസർ ഗാന്ധിജിയുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ, അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒപ്പം നിന്നാരാണ്? ഗാന്ധിജിയാണ്. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോണം. ഈ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് എന്നറിയാം 35% ശമ്പള വർധനമാണ്. ഇതിനകത്ത് നോക്കിക്കോണം. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് ഓർമ്മിക്കണം, ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെടുകയും അത് സർക്കാർ പരിഗണിക്കാതായപ്പോൾ അതിൽ പ്രതിഷേധിച്ച് നടന്നതാണ്
ഖേദ സത്യാഗ്രഹം. അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി. ഇവിടെ നമ്മളുടെ നീലം കർഷകരുടെ ചൂഷണമാണ് നമ്മളുടെ ചമ്പാരൻ സത്യാഗ്രഹം. അവിടെ നമ്മൾ പറഞ്ഞ 35% ശമ്പള വർധനവായിരുന്നു നമ്മളുടെ അഹമ്മദാബാദ് തുണിമേൽ സ്ട്രൈക്ക്. തൊട്ട് താഴെ നമുക്ക് നോക്കിക്കോണം. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെടുകയും അത് സർക്കാർ കേൾക്കാതെ വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം 1918. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഗാന്ധിജി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലുമാണ്. അപ്പം ഖേദ സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ്. ഇത് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ഖേദ സത്യാഗ്രഹം 1918, ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി നമ്മൾ പറഞ്ഞതാണ് ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെടുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്നതായിരുന്നു ഖേദ സത്യാഗ്രഹം. അപ്പോൾ ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് സർക്കാരിനോടുള്ള നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നമ്മളെ ഖേദ സത്യാഗ്രഹം. മുകളിൽ നമ്മൾ പറഞ്ഞത് എത്ര ശതമാനം അഹമ്മദാബാദ് മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിലായിരുന്നു സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ തുണിമിൽ സ്ട്രൈക്ക്. എത്ര ശതമാനം ശമ്പള വർധനവിന് വേണ്ടിയായിരുന്നു? 35% ശമ്പള വർധനവ്. ഇവിടെ നമ്മൾ ചമ്പാരനിൽ പറഞ്ഞതാണ് നീലം കർഷകരുടെ ചൂഷണത്തിനെതിരെയാണ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ നീലം കർഷകരുടെ ചൂഷണത്തിന് പ്രതിഷേധിച്ചുള്ള സത്യാഗ്രഹമായിരുന്നു നമ്മളുടെ ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം ക്ലിയർ ആയിട്ടുണ്ട്. അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് എങ്ങനെയായിരുന്നു മനസ്സിലായി. ഖേദ സത്യാഗ്രഹം. അപ്പോൾ ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് എവിടെയാണ്? ഗുജറാത്ത്. വർഷം 1918. ഇന്ത്യൻ ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് സർക്കാരിനോട് നികുതികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നമ്മളുടെ ഖേദ സത്യാഗ്രഹം. അഹമ്മദാബാദ് മിൽ ഉടമകളും അഹമ്മദാബാദ് മിൽ തൊഴിലാളികളും തമ്മിലായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക്. എത്ര ശതമാനം ശമ്പള വർധനവായിരുന്നു? 35% ശമ്പള വർധനവാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കണം. എന്തിനു വേണ്ടി എന്നുള്ളതാണ് നമ്മുടെ പരീക്ഷയുടെ ചോദ്യം. എന്തിനു വേണ്ടി എന്നുള്ളത് ഉദാഹരണം ചില ആൾക്കാർക്ക് ഈ ചമ്പാരൻ കഴിഞ്ഞ് പറഞ്ഞ അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക് അതിനകത്തുള്ള എന്തോ സംഭവമാണ് ഖേദ സത്യാഗ്രഹം എന്നൊക്കെ ചിന്തിക്കുന്ന പല ടീമുകൾ ഇതിനകത്തുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കണം. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളുടെ റൗലറ്റ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന റൗലറ്റ് ആക്ട് ഉണ്ട്. റൗലറ്റ് സത്യാഗ്രഹമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. അപ്പോൾ റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം 1919. എന്താണ് റൗലറ്റ് ആക്ട്? വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമമായിരുന്നു റൗലറ്റ് നിയമം. എന്തായിരുന്നു റൗലറ്റ് നിയമം? വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമം. ഈ ഓർമ്മിക്കുന്ന റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ആരായിരുന്നു? ജോർജ് ആൻസർ നമ്മളെ ചെംസ്ഫോർഡ് പ്രഭു ആണെങ്കിലും റൗലറ്റ് ആക്ടിന് നേതൃത്വം നൽകിയത് സിഡ്നി റൗലറ്റ് ആണ്. ഓർമ്മിക്കണം. അപ്പോൾ റൗലറ്റ് ആക്ട് 1919 വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമം. ആക്ടിന് നേതൃത്വം നൽകിയത് സിഡ്നി റൗലറ്റ്. ഓർമ്മിക്കണം, സിഡ്നി റൗലറ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമം. ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? ചെംസ്ഫോർഡ് പ്രഭു. അപ്പോൾ റൗലറ്റ് ആയിട്ട് 1919. റൗലറ്റ് ആയിട്ട് പാസ്സാക്കിയത് 1919 ചെംസ്ഫോർഡ് പ്രഭു. ആരുടെ നേതൃത്വം നൽകിയത്? സിഡ്നി റൗലറ്റ്. വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമം. വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമം. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമം. ഇനി നമ്മുടെ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയ വ്യക്തികളാണ് ഡോക്ടർ സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ചിലു ആണ്. അപ്പോൾ റൗലറ്റ് ആയിട്ട് 1919 പാസ്സാക്കിയത് ഓർമ്മിക്കണം. 1919 വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമം. ഓർമ്മിക്കണം, വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമം. ആക്ടിന് നേതൃത്വം നൽകിയത് സിഡ്നി റൗലറ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമം. ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം ആക്ട് പാസ്സാക്കിയതാരാണ്? ചെംസ്ഫോർഡ് പ്രഭു. ആക്ടിന് നേതൃത്വം നൽകിയതാരാണ്? സിഡ്നി റൗലറ്റ്. ഈ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയ വ്യക്തികളാണ് ഡോക്ടർ സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ചിലു. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ നടത്തിയ ആദ്യ ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് റൗലറ്റ് സത്യാഗ്രഹമാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് പ്രത്യക്ഷപ്പെടേണ്ടി വരും. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ സത്യാഗ്രഹം ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് തുണിമേൽ സ്ട്രൈക്ക്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് റൗലറ്റ് സത്യാഗ്രഹം. ഇനി ഓർമ്മിക്കണം, റൗലറ്റ് സത്യാഗ്രഹം. ഖാദി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേഷമായി മാറിയത് ഏത് സത്യാഗ്രഹത്തിലൂടെയാണ്? വർഷം അതല്ല. ഖാദി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേഷമായി മാറിയത് നമ്മളുടെ റൗലറ്റ് സത്യാഗ്രഹത്തിലൂടെ. റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച്
ബ്രിട്ടീഷ് കൗൺസിൽ അംഗത്ത് നിരസിച്ച വ്യക്തികൾ. ഈ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് പഠിക്കാതെ പോയി നിങ്ങൾ ആരെ പേര് എഴുതുന്നത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. നമ്മളുടെ ഗാന്ധിജിയും നമ്മുടെ ടാഗോറും സി ശങ്കരൻ നായരെ പേര് എഴുതിയിട്ട് വരും. അപ്പോൾ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ചു ബ്രിട്ടീഷ് കൗൺസിൽ അംഗത്ത് നിരസിച്ച വ്യക്തികൾ മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉൾ എന്ന് പറയുമ്പോൾ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ അംഗത്ത് നിരസിച്ച വ്യക്തികൾ മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉൾ എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ബാക്കിയുണ്ട്. അപ്പോൾ റൗലറ്റ് ആയിട്ട് 1919 വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമം ആക്ട് പാസ്സാക്കിയത് അല്ലെങ്കിൽ ആക്ടിന് നേതൃത്വം നൽകിയത് സിഡ്നി റൗലറ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമം. ആക്ട് പാസ്സാക്കിയ വൈസ്രോയാണ് ചെംസ്ഫോർഡ് പ്രഭു. ആക്ട് പാസ്സാക്കിയ വൈസ്രോയെ ചെംസ്ഫോർഡ് പ്രഭു. ആക്ടിൻ്റെ മറ്റൊരു പേര് ഓർമ്മിക്കണം, അത് ഞാൻ പറഞ്ഞില്ല. മറ്റൊരു പേര് അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന് പറയും. ഓർമ്മിക്കണം, ക്രൈം ആക്ട് എന്നൊക്കെയാണ് പഠിക്കേണ്ടത്. അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നറിയപ്പെടുന്നതാണ്. അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നറിയപ്പെടുന്നതാണ് നമ്മളുടെ 1919 റൗലറ്റ് ആയിട്ട്. റൗലറ്റ് ആയിട്ടിൻ്റെ മറ്റൊരു പേരാണ് അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആയിട്ട്. ഈ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് ഓർമ്മിക്കണം, റൗലറ്റ് ആയിട്ട് പ്രതിഷേധിച്ച് കൗൺസിൽ അംഗത്വം നിരസിച്ച വ്യക്തികൾ മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉൾ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന റൗലറ്റ് സത്യാഗ്രഹം. ഈ റൗലറ്റ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഖാദി തുണി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേഷമായി മാറി. ഓർമ്മിക്കണം, ഖാദി തുണി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേഷമായി മാറിയത് 1919 റൗലറ്റ് സത്യാഗ്രഹത്തിലൂടെ. ഇതിനകത്ത് ഓർമ്മിക്കണം. അപ്പോൾ ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം അറിയാം അഹമ്മദാബാദ് തുണിമിൽ സ്ട്രൈക്ക്. ഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം അറിയാം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിൽ നടത്തിയ ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് റൗലറ്റ് സത്യാഗ്രഹം. അപ്പോൾ ഈ റൗലറ്റ് ആക്ട് പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ അംഗത്ത് നിരസിച്ച വ്യക്തികൾ മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉള്ളെന്ന് പറയും. മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉള്ളെന്ന് പറയും. ഇനി നമ്മളെ ബ്രിട്ടീഷ് ഓർമ്മിക്കണം, ബ്രിട്ടനിൽ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. ഓർമ്മിക്കണം, പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ഹേബിയസ് കോർപ്പസ് നിർത്തലാക്കിയ നിയമേതനം. അപ്പോൾ ബ്രിട്ടീഷ് പൗര നിയമത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ഹേബിയസ് കോർപ്പസ് നിയമം നിർത്തിവെച്ചത് ഏതിലൂടെയാണ്? 1919 റൗലറ്റ് ആക്ടിലൂടെയാണ്. അപ്പോൾ ബ്രിട്ടീഷ് പൗര നിയമത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ഹേബിയസ് കോർപ്പസ്. നമുക്കറിയാം ബ്രിട്ടൻ ആശയം കടകൊണ്ടിരിക്കുന്ന അറിയാം ബ്രിട്ടനാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് പൗരത്വത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ഹേബിയസ് കോർപ്പസ് നിയമം നിർത്തിവെക്കാൻ കാരണം എന്തായിരുന്നു? അത് 1919 റൗലറ്റ് നിയമം. ഇനി ഇതിൽ ഈ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി രാജ്യവ്യാപകമായിട്ട് ഹർത്താൽ ആചരിച്ചത് 1919 ഏപ്രിൽ 6 അപ്പോൾ റൗലറ്റ് ആയിട്ട് 1919 വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്ന നിയമം നേതൃത്വം നൽകിയത് സിഡ്നി റൗലറ്റ്. അതിൻ്റെ മറ്റൊരു പേര് അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആയിട്ട്. അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആയിട്ട് പാസ്സാക്കിയ വൈസ്രോയെ ചെംസ്ഫോർഡ് പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കരിനിയമം എന്നറിയപ്പെടുന്ന റൗലറ്റ് നിയമം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് റൗലറ്റ് സത്യാഗ്രഹം. ഖാദി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേഷമായി മാറിയത് റൗലറ്റ് സത്യാഗ്രഹത്തിലൂടെ. ഖാദി തുണി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേഷമായി മാറിയത് റൗലറ്റ് സത്യാഗ്രഹത്തിലൂടെ. ഇനി നമ്മൾ പറഞ്ഞ റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയത് ഡോക്ടർ സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ചിലു. ഖാദി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വേഷമായി മാറി. റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ അംഗത്വം നിരസിച്ച വ്യക്തികൾ മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉള്ളെന്ന് പറയും. മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉള്ളെന്ന് പറയും. ഇവിടെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ഹേബിയസ് കോർപ്പസ് തൽക്കാലം നിർത്തിവെക്കേണ്ടുന്നത് ഏത് നിയമത്തിലൂടെയാണ്? അത് നമ്മളുടെ 1919 റൗലറ്റ് നിയമത്തിലൂടെ. ഇനി നമ്മൾ അടുത്ത് പറയുകയാണ് നമ്മളുടെ ഈ റൗലറ്റ് ആയിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ഓൾ ഇന്ത്യ ലെവലിൽ ഹർത്താൽ ആചരിച്ചത് 1919 ഏപ്രിൽ 6 ഇനി റൗലറ്റ് ആയിട്ട് അറിയാം 1919. അതിൻ്റെ മറ്റൊരു പേര് അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആയിട്ട് എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഈ റൗലറ്റ് ആയിട്ട് പ്രതിഷേധിച്ച ഡോക്ടർ സത്യപാലിൻ്റെയും സൈഫുദ്ദീൻ കിച്ചിലു, ഒരു ഡോക്ടറാണ് ഓർമ്മിക്കണം. ഡോക്ടർ സത്യപാലിൻ്റെയും സൈഫുദ്ദീൻ കിച്ചിലുവിൻ്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ചുണ്ട സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് മാസക്കറാണ്. അപ്പോൾ 1919 റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച ഡോക്ടർ സത്യപാലിൻ്റെയും സൈഫുദ്ദീൻ കിച്ചിലുവിൻ്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ചുണ്ട സംഭവത്തിന് പറയപ്പെടുന്ന പേരാണ് ജാലിയൻ വാലാബാഗ് മാസക്കർ. ജാലിയൻ വാലാബാഗ് മാസക്കർ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 ഇനി നമുക്ക് ജാലിയൻ വാലാബാഗ്, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എല്ലാം പരസ്പര കണക്ഷൻ ഉള്ളതാണ്. പഠിക്കുമ്പോൾ വളരെ സിസ്റ്റമായിട്ട് ഓർഡറായിട്ട് പഠിക്കും. സോ നോക്കിക്കോളൂ. അപ്പോൾ
ജാലിയൻ വാലാബാഗ് മാസക്കർ 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് ദിനം എന്നാണ് ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് ദിനം ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് INC സമ്മേളനം നടന്നത് അമൃത്സർ സമ്മേളനം അധ്യക്ഷം വെച്ച് ആരായിരുന്നു? മോത്തിലാൽ നെഹ്റുവാണ്. പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് INC സമ്മേളനം നടന്നത് അമൃത്സർ സമ്മേളനം അധ്യക്ഷം വെച്ച് ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭുവാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് ഓർമ്മിക്കണം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് പഞ്ചാബിലെ ഉത്സവം, സിഖുകാരുടെ ഉത്സവം എന്തായിരുന്നു? വൈശാഖിയാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് ദിനം എന്നാണ് ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് INC സമ്മേളനം നടന്നത് അമൃത്സർ സമ്മേളനം അധ്യക്ഷം വെച്ച് ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്ത് പഞ്ചാബിലെ സിഖുകാരുടെ ഉത്സവം എന്തായിരുന്നു? നമ്മളുടെ വൈശാഖിയാണ്. ഓർമ്മ വൈശാലിയിലെ വൈശാഖി. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വെടിവെപ്പിന് ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് മൈക്കിൾ ഓഡയർ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഓർമ്മിക്കേണ്ടത് ഓർഡർ ഇട്ടത് ഓഡയറാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേരെ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് മൈക്കിൾ ഓഡയറും അവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പട്ടാള മേധാവി എന്നറിയപ്പെടുന്നത് ജനറൽ ഡയറുമാണ്. അപ്പോൾ ഇതിനകത്ത് ചിന്തിക്കേണ്ടത് പരീക്ഷയ്ക്ക് 2 ഡയർ ഇതുവരെ ഒരുമിച്ച് വന്ന ചോദ്യങ്ങൾ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും ഇത് മിക്കവാറും ഒറ്റ ആൻസർ തന്നെ വരാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓർമ്മിക്കേണ്ടത് വെടിവെപ്പിന് ഉത്തരവിട്ടത് മൈക്കിൾ ഓഡയറും അവിടുത്തെ പട്ടാള മേധാവികൾക്ക് സൈനിക മേധാവി എന്നറിയപ്പെടുന്നത് ജനറൽ ഡയറുമാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ്റെ പേര് ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ്റെ പേര് ഹണ്ടർ കമ്മീഷൻ. ഈ ഹണ്ടർ കമ്മീഷനിൽ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഓർമ്മിക്കണം. നമ്മളുടെ ഹണ്ടർ കമ്മീഷൻ അംഗങ്ങൾ എന്നറിയപ്പെടുന്ന 4 പേരാണ്. മോത്തിലാൽ നെഹ്റു, MR ജയകർ, അബ്ബാസ് തിയാബ്ജി ആൻഡ് ഗാന്ധിജി. എല്ലാം ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സാണ്. അപ്പോൾ ഹണ്ടർ കമ്മീഷനിൽ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? മോത്തിലാൽ നെഹ്റു, അബ്ബാസ് തിയാബ്ജി, MR ജയാഗർ ആൻഡ് ഗാന്ധിജിയാണ്. അപ്പം നമ്മളുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ്റെ പേര് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? മോത്തിലാൽ നെഹ്റു, MR ജയാഗർ, അബ്ബാസ് തിയാബ്ജി ആൻഡ് ഗാന്ധിജി. ഇനി ഹണ്ടർ കമ്മീഷൻ നടപടിയെ വെള്ളപൂശൽ ശ്രമം എന്ന് വിശേഷിപ്പിച്ചാണ് മോത്തിലാൽ നെഹ്റുവാണ്. ഹണ്ടർ കമ്മീഷൻ നടപടിയെ വെള്ളപൂശൽ ശ്രമം എന്ന് വിശേഷിപ്പിച്ച ഹണ്ടർ കമ്മീഷൻ നടപടിയെ വെള്ളപൂശൽ ശ്രമം എന്ന് വിശേഷിപ്പിച്ചാണ് നമ്മളുടെ മോത്തിലാൽ നെഹ്റു. ഇനി അതിനകത്ത് നമ്മൾ ഈ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഒരു വാക്ക് പറയും. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിക്കളഞ്ഞാറുടെ വാക്കാണ്. അത് നമ്മളുടെ ഗാന്ധിജിയുടെ വാക്കാണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിക്കളഞ്ഞാറുടെ വാക്കായിരുന്നു ഗാന്ധിജി. ഇനി ഇതിനകത്ത് ഓർമ്മിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ കാൾ വൈശാഖി എന്നറിയപ്പെട്ടത് ജാലിയൻ വാലാബാഗ് മാസക്കറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ കാൾ വൈശാഖി എന്നറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് മാസക്കർ. ഇനി അതുപോലെ ഓർമ്മിക്കണം അമൃത്സർ ദുരന്തം എന്നറിയപ്പെടുന്നത് ഓർമ്മിക്കണം. അമൃത്സർ ദുരന്തം എന്നറിയപ്പെടുന്നതും നമ്മുടെ ജാലിയൻ വാലാബാഗ് മാസക്കർ. ഇനി നമ്മുടെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് മഹാദേവ ദേശായിക്ക് ഓർമ്മിക്കണം. മഹാദേവ ദേശായിക്ക് എഴുതിയ കത്തിൽ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? CF ആൻഡ്രൂസ് ആണ്. ഓർമ്മിക്കണം മഹാദേവ ദേശായിക്ക് എഴുതിയ കത്തിൽ കശാപ്പ് എന്ന് പറയുന്ന ജനങ്ങളെല്ലാം കൂട്ടത്തോടെ കൊന്നൊടുക്കിയതുകൊണ്ട് പറയുന്നതാണ്. മഹാദേവ ദേശായിക്ക് എഴുതിയ കത്തിൽ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചാറാണ് CF ആൻഡ്രൂസ് ആണ്. അപ്പം ഇന്ത്യൻ ചരിത്രത്തിലെ കാൾ വൈശാഖി, അമൃത്സർ ദുരന്തം, അന്വേഷണ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ അംഗങ്ങളെന്ന് അറിയപ്പെടുന്നത് മോത്തിലാൽ നെഹ്റു, MR ജയാഗർ, അബ്ബാസ് തിയാബ്ജി ആൻഡ് ഗാന്ധിജി. ഹണ്ടർ കമ്മീഷൻ നടപടിയെ വെള്ളപൂശൽ ശ്രമം എന്ന് വിശേഷിപ്പിച്ചാറാണ് മോത്തിലാൽ നെഹ്റു. ഇനി നമ്മൾ പറയുന്നത് അമൃത്സർ ദുരന്തം എന്ന് പറയും. ഇന്ത്യൻ ചരിത്രത്തിലെ ഇത് കാൾ വൈശാഖി എന്ന് പറയും. മഹാദേവ ദേശായിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞത് CF ആൻഡ്രൂസിന് പറഞ്ഞിട്ടുള്ളതാണ് കശാപ്പ് എന്ന്. മഹാദേവ ദേശായിക്ക് എഴുതിയ കത്തിൽ കശാപ്പ് എന്ന് എഴുതിയതാരാണ്? അത് CF ആൻഡ്രൂസ്. ഇനി നമ്മളിപ്പം പറയുക CF ആൻഡ്രൂസ്. ഇനി നമ്മളുടെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഒരു ദീപം അവിടെ അമൃത്സറിൽ തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ പേരാണ് അമർ ജ്യോതി എന്ന് പറയും. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അമർ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് അമൃത്സർ പഞ്ചാബിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 1961 രാജേന്ദ്ര പ്രസാദാണ്. പക്ഷേ നമുക്ക് ആ ഉദ്ഘാടനം അത്രയും അങ്ങോട്ട് PSC പോകുന്നുള്ള ഡൗട്ടുണ്ട്. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ അമർ ജ്യോതി തെളിയിച്ചിരിക്കുന്ന ആളാണ് അമൃത്സർ പഞ്ചാബ്. എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്? അത് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ജ്യോതികൾ ഓർമ്മിക്കണം. സ്വതന്ത്ര ജ്യോതി തെളിയിച്ചിരിക്കുന്നത് സെല്ലുലാർ ജയിൽ പോർട്ട് ബ്ലെയർ ആൻഡമാനിലാണ്. അപ്പോൾ അമർ ജ്യോതി അമൃത്സർ പഞ്ചാബ്, സ്വതന്ത്ര ജ്യോതി സെല്ലുലാർ ജയിൽ പോർട്ട് ബ്ലെയർ ആൻഡമാൻ. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിലാണ്. അപ്പോൾ അമർ ജ്യോതി അമൃത്സർ പഞ്ചാബ്, സ്വതന്ത്ര ജ്യോതി സെല്ലുലാർ ജയിൽ പോർട്ട് ബ്ലെയർ ആൻഡമാൻ. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റിലാണ്. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റിലാണ്. വീണ്ടും അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറയുന്നത് നമ്മുടെ 1919 റൗലറ്റ് ആക്റ്റിൽ പ്രതിഷേധിച്ച്
ബ്രിട്ടീഷ് കൗൺസിൽ അംഗത്വം നിരസിച്ച വ്യക്തികൾ മദൻ മോഹൻ മാളവ്യ, മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉള്ളാണ്. മദൻ മോഹൻ മാളവ്യയും മുഹമ്മദ് അലി ജിന്ന ആൻഡ് മസ്കർ ഉൾ 3 പേര് പറഞ്ഞു. ഇവിടെ നമ്മൾ വീണ്ടും അടുത്ത് പഠിക്കാൻ പോകുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് അല്ലെങ്കിൽ പദവികൾ നിരസിച്ച വ്യക്തികൾ, അങ്ങനെ പഠിക്കാം. പദവികൾ നിരസിച്ച വ്യക്തികൾ, ഒന്ന് സർ പദവി അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് പദവി എന്ന് പറയും. സർ പദവി നിരസിച്ചത് ടാഗോർ. വൈസ്രോയുടെ കൗൺസിൽ അംഗത്വം നിരസിച്ചത് സി ശങ്കരൻ നായർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം നിരസിച്ചത് സി ശങ്കരൻ നായർ. കൈസറി ഹിന്ദ്, ഞാൻ നേരത്തെ പറഞ്ഞ് ഭൂവർദ്ധവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈസറി ഹിന്ദ് ബഹുമതി കൊടുത്തു. അപ്പോൾ കൈസറി ഹിന്ദ് ബഹുമതി നിരസിച്ചത് ഗാന്ധിജി. കേസരി ഈ ഹിന്ദ് ബഹുമതി നിരസിച്ചതാരാണ്? സരോജിനി നായിഡു ആണ്. അപ്പോൾ സർ പദവി അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് ബഹുമതി നിരസിച്ചതാരാണ്? നമ്മളുടെ പാവപ്പെട്ട രവീന്ദ്രനാഥ ടാഗോർ. കൈസറി ഹിന്ദ് ബഹുമതി ഗാന്ധിജി. കേസരി ഹിന്ദ് ബഹുമതി സരോജിനി നായിഡു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്ത് നിരസിച്ചതാരാണ്? സർ സി നമ്മളുടെ പാവപ്പെട്ട നമ്മുടെ സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ. ഇനി നമ്മളുടെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് മൈക്കിൾ ഓഡറിൽ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഉത്തം സിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജാലിയൻ വാല നമ്മളറിയാം, ഇപ്പോഴത്തെ പാർട്ടികളുടെ അടിയാണെങ്കിലും ചിലർ നോക്കി വെച്ചിരിക്കും. എവിടെയെങ്കിലും ഇട്ട് കാണുമ്പോൾ ചിലപ്പോൾ കാലോ കയ്യോ ഒക്കെ വെട്ടേണ്ട സാധ്യതകളൊക്കെ വളരെ നമ്മൾ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നടക്കാതിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പറയും ഇതുപോലെ തന്നെ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം 1919 ജാലിയൻ വാലാബാഗിൽ നമ്മുടെ ഉത്തം സിംഗിനെയൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ മൈക്കിൾ ഓഡയറിൻ്റെ സൈന്യങ്ങളെല്ലാം എടുത്തിട്ട് ഓട്ടിച്ച് അടിച്ചതുകൊണ്ട് അതിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മറക്കാതെ ഓർമ്മിച്ച് വെച്ചിരിക്കുകയും 1940 മാർച്ച് 11 പാവപ്പെട്ട മൈക്കിൾ ഓഡയർ അതുവഴി പോവുകയും മൈക്കിൾ ഓഡയറിനെ ലണ്ടനിലെ കാക്സ്റ്റണിൽ വെച്ച് വെടിവെച്ച് വന്നതാണ് ഉത്തം സിംഗ് ആണ്. അപ്പോൾ ഓർമ്മിക്കണം എത്ര വർഷം, 21 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 1940 മാർച്ച് 11 ലണ്ടനിലെ കാക്സ്റ്റണിൽ വെച്ച് നമ്മുടെ മൈക്കിൾ ഓഡയറിനെ വധിച്ചതാണ് ഉത്തം സിംഗ്. ഉത്തം സിംഗിനെ ഒരു ദിവസം ഒന്നും നിർത്തിയിരുന്നില്ല. ഉടനടി 2 മാസം കഴിയുമ്പോൾ തന്നെ തൂക്കിലേറ്റ്. 1940 ജൂലൈ മാസം 31-ാം തീയതി നമ്മുടെ ഉത്തം സിംഗിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റുകയും ചെയ്തു. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോണം. അപ്പോൾ ഈ മൈക്കിൾ ഓഡയറിനെ വധിച്ചതാരാണ്? ഉത്തം സിംഗ്. ഉത്തം സിംഗിനെ തൂക്കില്ല. മൈക്കിൾ ഓഡയറിനെ വധിച്ചത് 40 മാർച്ച് 13. അവിടെ ഒരു 13 ഉണ്ട്. ഇപ്പുറത്താണ് തിരിച്ചിടുമ്പോൾ 31 മാറും. പക്ഷേ മാസം മാറിയാണ് ജൂലൈ 31 മാറുകയാണ്. അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷണ കമ്മീഷൻ്റെ പേര് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ നടപടിയെ വെള്ളപൂശൽ ശ്രമം നിശ്ചയിച്ചാരാണ് നമ്മളെ മോത്രേൻ അവർ. ജാലിയൻ വാലാബാഗ് മാസക്കറിനെ ഗാന്ധി നിശ്ചയിച്ച പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അമൃത്സർ അത് ഇളക്കിക്കളഞ്ഞ ആരുടെ വാക്കിലായിരുന്നു? ഗാന്ധിജിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കണ്ട് പഠിക്കുക. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏകദേശം എനിക്കൊരു 90% അറിവതുകൊണ്ട് തന്നെ ഏകദേശം കിട്ടും. പ്ലസ് ഞാൻ വായിക്കുന്ന കൂടുതൽ ഏതെങ്കിലുമൊക്കെ ഞാൻ പൊതുവിൽ പറഞ്ഞു ഇയർ ബുക്കോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇയർ ബുക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ സമാന്തര പ്രസിദ്ധിയുള്ള തൊഴിൽ വാർത്ത, ഹരിശ്രീ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മളെ തൊഴിൽ വീതിയോ PSC ബുള്ളറ്റിനെ എപ്പോഴും പറയുന്നുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ ഓരോ ദിവസം പുതിയ 1000-10000-ഓളം ക്വസ്റ്റ്യൻസ് വാർന്നതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വായിച്ച് വരുമ്പോൾ ഇതിനകത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ എഴുതി പോകേണ്ട ഒരു മനസ്സൂട്ടുണ്ട്. ഉദാഹരണം തിങ്കളാഴ്ച തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ വന്നു കഴിഞ്ഞാൽ അതെടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചരിത്രമായിരിക്കും. ചരിത്രം കൊടുത്തിട്ട് ദേശീയത എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസോ നമ്മൾ പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെ കൂടി ഇതിൻ്റെ ആഡ് ചെയ്യുക, അതും വായിക്കുക. അപ്പോൾ ഈ ഓരോന്നായിട്ട് ഞാനങ്ങനെ ഒരുപാട് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഫുൾ ടോപ്പിക്ക് നമ്മളെ മനസ്സിലായി. അപ്പോൾ നമുക്ക് സാധാ റാങ്ക് ഫൈലിനകത്ത് നമ്മൾ അറിയാം, നിങ്ങൾ നോക്കിയാൽ റാങ്ക് ഫൈലിനകത്ത് ഇതൊന്നും ഉള്ളതല്ല. റാങ്ക് ഫൈനൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ +2 പ്രിലിംസ് നിങ്ങൾക്ക് അറിയാൻ അനുഭവമാണ്. കാരണം റാങ്ക് ഫൈൽ ഫോളോ ചെയ്തിരിക്കുന്നതല്ല, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇത് പഠിക്കുക. കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പിക്ക് നമ്മൾ 47 വരെയുള്ള എല്ലാ, അതുപോലെ കേരളത്തിൻ്റെ സാംസ്കാരിക സംഘടന എടുക്കും, കേരളത്തിലെ പ്രക്ഷോഭങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ലൈക്ക് അടിക്കാൻ ഒരിക്കലും ലൈക്ക് ഇടാൻ നിങ്ങൾ മറന്നു വരുന്നത്. ലൈക്ക് കൃത്യമായിട്ട് ലൈക്ക് ചെയ്തിട്ടാണ് എല്ലാവരും പോകാൻ. ഓക്കെ, താങ്ക്സ്. നമുക്ക് വീണ്ടും കാണാം.